വിശദമായ വാർത്തകളിലേക്ക്. മലിനമായ പുഴയെ തിരിച്ചെടുക്കാൻ നാട്ടുകാരിറങ്ങി. കോഴിക്കോട് വളയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 700ഓളം പേരാണ് മുതുകുറ്റിപ്പുഴയിൽ ശുചീകരണത്തിനിറങ്ങിയത്. മുൻപ് വേനൽക്കാലത്ത് പ്രധാന ജലസ്രോതസ്സായിരുന്നു മുതുകുറ്റിപ്പുഴ. മാലിന്യം നിറഞ്ഞ പുഴയിൽ വേനലായതോടെ ജലനിരപ്പ് കുറഞ്ഞതോടെയാണ് ഒഴുക്ക് നിലച്ചത്. ഒഴുക്ക് നിലച്ച പുഴയെ തിരിച്ചുപിടിക്കാനാണ് നാട്ടുകാർ മുന്നിട്ടിറങ്ങിയത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ശുചീകരണത്തിൽ പങ്കാളികളായി. മുതുകുറ്റി മുതൽ പൂങ്കുളം വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യഘട്ടത്തിൽ ശുചീകരിച്ചത്. പൂർണ്ണമായും ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 4-5 ലോഡ് സാധനമാണ്, പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഇന്നിപ്പോൾ ശേഖരിച്ച് ഈ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പം സൂക്ഷിച്ചിരിക്കുകയാണ്. വളയത്തെ 4 വാർഡുകളിലൂടെയാണ് പുഴ കടന്നുപോകുന്നത്. പുഴയിൽ നിന്ന് 2 ലോഡ് പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ മറ്റ് ജലസ്രോതസ്സുകളും പഞ്ചായത്ത് നേതൃത്വത്തിൽ ശുചീകരിക്കും. മാലിന്യം നീക്കം ചെയ്തതോടെ പുഴയുടെ ഒഴുക്ക് സുഗമമായി തുടങ്ങി. ന്യൂസ് 18 വളയം. കൊല്ലം ശാസ്താംകോട്ടയിൽ KSRTC ഗ്യാരേജിനായി ഒരുക്കിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗശൂന്യമായി. കോടികൾ ചെലവിട്ടൊരുക്കിയ ഗ്യാരേജ് കെട്ടിടത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുകയാണ്. 15 വർഷം മുൻപ് നിർമ്മിച്ച ശാസ്താംകോട്ട KSRTC ബസ് ഡിപ്പോയ്ക്കായാണ് 7 പഞ്ചായത്തുകൾ ചേർന്ന് ഡിപ്പോയ്ക്ക് സമീപത്തായി 1 ഏക്കർ സ്ഥലം വാങ്ങിയത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവിട്ട് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി. എന്നാൽ ബസ് ഡിപ്പോ പ്രവർത്തനം നീണ്ടുപോയതോടെ ഗ്യാരേജ് ഉപയോഗശൂന്യമാവുകയായിരുന്നു. KSRTC ഡിപ്പോ ഓപ്പറേറ്റിംഗ് സെന്ററായി പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായതോടെ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുകയാണ്. ഗ്യാരേജിനായി കോൺക്രീറ്റ് ചെയ്ത ഗ്രൗണ്ട് കരാറുകാർ റോഡ് പണിക്കായി എത്തിക്കുന്ന മെറ്റിലും മറ്റും സൂക്ഷിക്കാനുള്ള ഗോഡൌണായി ഉപയോഗിക്കുകയാണ്. ന്യൂസ് 18 ശാസ്താംകോട്ട. നെടുമങ്ങാട് ടൗണിൽ സ്ഥാപിച്ച മാലിന്യക്കുപ്പകൾ ഉപയോഗശൂന്യമെന്ന ആക്ഷേപം. മാലിന്യക്കുപ്പയിൽ നിക്ഷേപിക്കാനാകാതെ പരിസര പ്രദേശങ്ങളിൽ മാലിന്യം തള്ളുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇടങ്ങളിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നതിനായി കുപ്പകൾ സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോഴിത് കാഴ്ചവസ്തുവായി മാറി. ശുചിത്വ ഭവനം, സുന്ദരഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ സ്ഥാപിച്ചത്. പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതെ ചപ്പുചവറുകൾ ഇവിടെ നിക്ഷേപിച്ച് ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ റീസൈക്ലിംഗ് യൂണിറ്റിലേക്ക് മാറ്റുകയായിരുന്നു ലക്ഷ്യം. കൃത്യമായി നീക്കാതായതോടെ പ്രദേശം മുഴുവൻ മാലിന്യം നിറഞ്ഞു. മാലിന്യം നിറച്ച ചാക്കുകളും സഞ്ചികളും റോഡിന്റെ വശത്ത് നിക്ഷേപിക്കുന്നതും പതിവാണ്. ഇവിടങ്ങളിൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ്. മാലിന്യം മൂലം കൊതുകുകൾ പെരുകുന്നതായും നാട്ടുകാർ പറയുന്നു. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്നും ആശങ്കയുണ്ട്. നിക്ഷേപിച്ചിട്ട് പോകുന്നു. അങ്ങനെയായപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യവും അതുപോലെ മത്സ്യപ്രജാതികളുടെ ശല്യമൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ്. വേസ്റ്റ് കാരണം ആളുകൾക്ക് വഴി നടക്കാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. എന്തായാലും നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ മുൻകൈയെടുത്ത് ഒരു നിവേദനവും കൂടി ഉടൻ തന്നെ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. നിരവധി തവണ ആരോഗ്യ പ്രവർത്തകരെയും അധികൃതരെയും സമീപിച്ചിട്ടും മാലിന്യം നീക്കാൻ നടപടിയില്ല. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 നെടുമങ്ങാട്. അസൗകര്യങ്ങളുടെ നെറുകയിലാണ് ചിറയൻകീഴ് ബസ് സ്റ്റാൻഡ്. കാത്തിരിപ്പ് കേന്ദ്രമോ കംഫർട്ട് സ്റ്റേഷനോ ഇല്ല ഇവിടെ. ബസ്സുകൾക്ക് തിരിയാനുള്ള ഇടം പോലുമില്ലാത്ത അവസ്ഥയിലാണ്. ചിറയൻകീഴ് റെയിൽവേ ക്രോസിനോട് ചേർന്ന് നിൽക്കുന്നതും റെയിൽവേ സ്റ്റേഷൻ പരിധിയിലുള്ളതുമായ ഈ ബസ് സ്റ്റാൻഡിന് പരാധീനതകൾ ഏറെയാണ്. ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർ വെയിലും മഴയും കൊണ്ടുവേണം നിൽക്കേണ്ടത്. കാത്തിരിപ്പു കേന്ദ്രം എന്ന ആവശ്യം വർഷങ്ങൾക്ക് മുൻപ് ഉയർന്നതാണ്. എന്നാൽ സ്ഥലം റെയിൽവേയുടെ പുറമ്പോക്ക് ഭൂമിയായതിനാൽ മറ്റ് നിർമ്മാണങ്ങൾ നടത്താനാകില്ല. ഓവർബ്രിഡ്ജ് നിർമ്മാണവുമായി വരുമ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എങ്ങോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ ഇന്നേ വരെ പെട്ടിട്ടില്ല. ഇവിടെ MLA ഉണ്ട്. MLA ഇന്നുവരെ പുതിയൊരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്ഥലം കണ്ടെത്തുന്നതിനും വേണ്ടി ഇന്നേ വരെ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അത് ഭരണാധികാരികൾ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനുള്ള സ്ഥല സൗകര്യങ്ങൾ കണ്ടെത്തണമെന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുമാണ് ഇപ്പോൾ പറയുവാനുള്ളത്. ശാർക്കര ക്ഷേത്രത്തിലെ മീനഭരണി ഉത്സവത്തിനും തുടർന്ന് നടക്കുന്ന വ്യാപാരമേളയിലും പങ്കെടുക്കുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇവരുടെയെല്ലാം ആശ്രയമാണ് ചിറയൻകീഴിലെ ഈ ബസ് സ്റ്റാൻഡ്. ചിറയൻകീഴ് പണ്ടകശാലയിൽ ബസ് സ്റ്റാൻഡിന് അനുയോജ്യമായ പ്രദേശം പഞ്ചായത്ത് വകയായി കണ്ടെത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പണ്ടകശാലയിലേക്ക് മാറ്റണമെന്ന ആവശ്യം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലം കൂടി വരുന്നതോടെ ദുരിതം ഇരട്ടിക്കും. ബസ് സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ചിറയൻകീഴ്. വേനൽ കടുത്തു.
കുടിവെള്ളമില്ലാതെ നട്ടം തിരിയുകയാണ് കട്ടപ്പനയിലെ നാട്ടുകാർ. കട്ടപ്പന വലിയകണ്ടം ഭജനപടി കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന 38ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി അലയുന്നത്. ആവശ്യവുമായി നഗരസഭയെ ബന്ധപ്പെട്ടപ്പോൾ അവഗണനയാണ് ഉണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് 2012-ലാണ് ഭജനമടംപടി കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന കുഴൽക്കിണറിൽ വെള്ളം കുറഞ്ഞതോടെ മറ്റൊരു കുഴൽക്കിണർ കൂടി നിർമ്മിച്ച് കുടിവെള്ള പദ്ധതി സുഗമമാക്കി. എന്നാൽ ഒരു മാസം മുമ്പ് വെള്ളം കിട്ടാതായി. നമ്മുടെ ഈ ഭജനമട ഭാഗത്തുള്ള കുടിവെള്ള പദ്ധതിയിൽ വെള്ളം മുടങ്ങിയിട്ട് നമ്മുടെ മോട്ടറിന്റെ തകരാറ് മൂലമാണ്. പക്ഷേ അത് നമ്മൾ ആൾക്കാരെല്ലാം ഇവിടെ ഉള്ളവരെല്ലാം നോക്കിയിട്ട് ഒരു പരിധി വരെ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ നഗരസഭയിൽ പോയി പറഞ്ഞത്. അവർ നിഷ്കരണം ആ കാര്യത്തിനകത്ത് ഒരു മറുപടിയും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു കാര്യം നടത്തി തരാൻ അവർക്ക് ഫണ്ടില്ലെന്നുള്ള രീതിയിലാണ് അവർ ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാസക്കാലമായിട്ട് ഇവിടെയുള്ള 32 വീട്ടിലെ 120ഓളം വരുന്ന ആളുകൾ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിലവിൽ 1.5 കിലോമീറ്റർ മാറി ആഞ്ഞിലപ്പാലത്തുള്ള കിണറ്റിൽ നിന്നും 1000 രൂപയിലധികം മുടക്കി വെള്ളം വാങ്ങിയുമാണ് പ്രദേശവാസികൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ ഞങ്ങൾക്ക് കുടിവെള്ളം മേടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾക്കുള്ള ഇതിനുള്ള മേലധികാരികൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് ചെയ്തു തരണം. ഞങ്ങളൊരാഴ്ചയിൽ ദിവസം ഒരു 3 ദിവസമെങ്കിലും ഞങ്ങളുടെ മെമ്പറിനെ വിളിച്ച് പറയുന്നുണ്ട്. മെമ്പർ ഇത് ചെയർപേഴ്സണോട് പറയുന്നുണ്ട്, ഫണ്ടില്ല പറഞ്ഞ് ഇപ്പോഴും ഞങ്ങളെ ഒഴിവാക്കുവാണ്. കുടിവെള്ള പദ്ധതിക്കായി ടെൻഡർ എടുക്കാൻ ആളില്ലെന്ന ന്യായമാണ് നഗരസഭ ഉയർത്തുന്നത്. കഴിഞ്ഞ ബജറ്റിൽ 20 ലക്ഷം രൂപയാണ് വേനൽക്കാല കുടിവെള്ള പദ്ധതിക്കായി നഗരസഭ നീക്കിവെച്ചത്. അടിയന്തരമായി കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 കട്ടപ്പന. കായംകുളം നഗരസഭയുടെ കുടിനീർ വിതരണ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ നശിച്ചു. നിരവധി പേർക്ക് ആശ്വാസമായിരുന്ന കിയോസ്കുകളാണ് ഉപയോഗശൂന്യമായത്. കായംകുളം നഗരസഭ 3 വർഷം മുൻപ് സ്ഥാപിച്ചതാണ് ഈ വാട്ടർ കിയോസ്കുകൾ. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് സമീപമായാണ് കിയോസ്ക് സ്ഥാപിച്ചത്. 1 രൂപ നാണയം ഇട്ടാൽ 1 ലിറ്റർ വെള്ളം ലഭിക്കുന്ന പദ്ധതിയായിരുന്നു ഇത്. നിരവധി ആളുകൾ എത്തുന്ന ആശുപത്രിയിൽ കുടിവെള്ളത്തിന് ദൗർലഭ്യം നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കിയോസ്ക് സ്ഥാപിച്ചത്. എന്നാൽ 1 വർഷമാണ് ഇത് പ്രവർത്തിച്ചത്. ഒരു സൈഡിൽ ചൂടുവെള്ളവും മറു സൈഡിൽ തണുത്ത വെള്ളവും കിട്ടുന്ന 1 രൂപ ഇട്ട് കൊടുത്താൽ കിട്ടുന്ന പദ്ധതിയാണ് കഴിഞ്ഞ 1 വർഷക്കാലമായി നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 8 മാസക്കാലമായി നിലച്ചിരിക്കുകയാണ്. ഇതോടെ ആശുപത്രിയിലെത്തുന്നവർ പണം നൽകി വെള്ളം വാങ്ങേണ്ട ഗതികേടിലായി. അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾക്കുൾപ്പെടെ കുടിവെള്ളം വേണമെങ്കിൽ പുറത്തെ വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിക്കണം. നിരവധി തവണ നഗരസഭാധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. പശുപരിപാലനത്തിനൊപ്പം തീറ്റപ്പുൽ കൃഷിയും ചെയ്തു മാതൃകയാവുകയാണ് ക്ഷീരകർഷകൻ. കാസർഗോഡ് ചെറുവത്തൂർ പുതിയ കണ്ടത്തെ കെ ജയൻ 1.5 വർഷമായി പശുപരിപാലനത്തിലൂടെയാണ് വരുമാനം കണ്ടെത്തുന്നത്. ഇനത്തിൽപ്പെട്ട 7 പശുക്കൾ അടങ്ങുന്നതാണ് ജയന്റെ ഫാം. വിദേശത്തുൾപ്പെടെ ജോലി ചെയ്ത ജയൻ ലോക്ക്ഡൌൺ കാലത്താണ് പശുപരിപാലനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പാലുൽപാദനം വർദ്ധിപ്പിക്കാനും തീറ്റ ചെലവ് ലഘൂകരിക്കാനുമുള്ള ആലോചനയാണ് തീറ്റപ്പുൽ കൃഷിക്ക് പ്രേരണയായത്. വിവിധ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുൽ പരീക്ഷിച്ചെങ്കിലും CO7 എന്ന ഇനമാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പശുക്കളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിച്ചതായി ജയൻ പറയുന്നു. എനിക്ക് മൊത്തം 7 പശുവുണ്ട്. അതിൽ 3 കറവയുണ്ട്, ബാക്കി ഒക്കെ ചെനയുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പൂർണ്ണമായിട്ടുള്ള പുല്ല് ഇപ്പം ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നല്ല പാല് കിട്ടുന്നുണ്ട്. പിന്നെ CO7 എന്ന് പറഞ്ഞൊരു ഇനമാണിത്. ഈ പുല്ല് അത് കുറേ തരത്തിലുള്ള പുല്ലുണ്ട്. CO2, CO3, CO5 എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ഇനമുണ്ട്. അതിൽ CO7 ആണിത്. ഈ പുല്ല് കൊടുത്തപ്പോൾ നല്ല പാല് കിട്ടുന്നുണ്ട്, നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ട്, നല്ല പോഷകാംശമുള്ള പുല്ലാണ്. പശു വളർത്തലിനോടൊപ്പം മറ്റു കൃഷികളിലും ജയൻ സജീവമാണ്. സംരംഭത്തിൽ നിന്ന് മികച്ച വരുമാനം നേടാനും സാധിക്കുന്നുണ്ട്. ഫാം കൂടുതൽ വിപുലമാക്കണമെന്നാണ് ജയന്റെ ആഗ്രഹം. ഒപ്പം തീറ്റപ്പുൽ കൃഷിയും വാണിജ്യാടിസ്ഥാനത്തിൽ ആരംഭിക്കാൻ ആലോചനയുണ്ട്. ന്യൂസ് 18 ചെറുവത്തൂർ. മറ്റു വാർത്തകളിലേക്ക്. പ്രപഞ്ചത്തെ തൊട്ടറിയാൻ വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഭൗമശാസ്ത്ര ലാബ് സ്ഥാപിച്ച് പത്തനംതിട്ട വാഴാമുട്ടം നാഷണൽ UP സ്കൂൾ. സൗരയൂഥത്തെ അടുത്തറിയാനും പഠനം എളുപ്പമാക്കാനും കഴിയുന്ന ലാബ് സജ്ജമാക്കിയതോടെ വിദ്യാർത്ഥികളും സന്തോഷത്തിലാണ്. ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ഉപഗ്രഹവും ഭൂമിയിൽ നിൽക്കുന്ന സ്ഥലവും കുട്ടികൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുമെന്നതാണ് ഭൗമശാസ്ത്ര പഠന ലാബിന്റെ പ്രത്യേകത. ധ്രുവങ്ങളും ഞാറ്റുവേലയും മനസ്സിലാക്കി സൗരയൂഥ പഠനത്തിലൂടെ കാലചക്രത്തെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കുട്ടികൾക്ക് കഴിയും.
ഭൂഗോളം കയ്യിലേന്തി ഭൂമിയെ തൊട്ടറിയാൻ കഴിഞ്ഞാൽ കുട്ടികൾ അത് മറക്കില്ലെന്നാണ് അധ്യാപകർ പറയുന്നത്. ജിയോ ലേണിംഗ് ലാബിൻ്റെ ഉദ്ഘാടനത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോഗ്രഫി കൂടുതൽ പഠിക്കുന്നതിനും ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ഇവയെപ്പറ്റി കൂടുതലായി ഗ്ലോബ് കയ്യിലെടുത്ത് കൈകാര്യം ചെയ്യുന്നതിനും അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് പഠന ഉപകരണങ്ങൾ കയ്യിലെടുത്ത് കൂടുതലായിട്ടുള്ള അറിവ് നേടുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ മനോജ് കോട്ടയ്ക്കലും സഹാധ്യാപകരും ചേർന്നാണ് ജിയോ ലേണിംഗ് ലാബ് ഒരുക്കിയത്. 36ഓളം ഭൗമശാസ്ത്ര ഉപകരണങ്ങളാണ് മുട്ടം നാഷണൽ UP സ്കൂളിലെ ലാബിലുള്ളത്. സൗരയൂഥത്തെ കാണാൻ ലാബിലെത്താൻ വിദ്യാർത്ഥികളും ആവേശത്തിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള മനോഹര ശില്പങ്ങളുടെ മ്യൂസിയം ഒരുങ്ങുകയാണ് കൊട്ടാരക്കരയിൽ. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റിലാണ് മ്യൂസിയം. ഉപയോഗശൂന്യമായ ടയറും സിറിഞ്ചും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചുള്ള രൂപങ്ങളും ആന, മത്സ്യം തുടങ്ങി 50 തരം വസ്തുക്കളുമാണ് മ്യൂസിയത്തിലുള്ളത്. ഹരിതകർമ്മസേനയുടെ ശ്രമഫലമായി ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നാണ് മനോഹര ശില്പങ്ങൾ പിറവിയെടുത്തത്. ഇത് ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് നമുക്ക് എന്തും ചെയ്ത് ഈ സമൂഹത്തിന് മാതൃകയാക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുന്നത് കൂടിയാണ് ഈ മ്യൂസിയം. തെരഞ്ഞെടുപ്പിന് ശേഷം മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാനാണ് അധികൃതരുടെ തീരുമാനം. കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട തരത്തിൽ ഈ ആശയം വരുന്ന തരത്തിൽ പൊതുജനങ്ങൾക്ക് മുഴുവൻ കാണാത്ത കാര്യത്തിൽ ഇവിടെ തന്നെ ETC, SIRD തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എല്ലാം വരുന്ന ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും മുഴുവൻ പേർക്കും ഇതിൻ്റെ ആശയം എത്തിക്കാൻ വേണ്ടിയിട്ടൊരു അത്തരത്തിലൊരു പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് മ്യൂസിയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയത്. ശില്പങ്ങൾക്ക് പുറമെ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാവുന്ന ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളും വരച്ചു കാട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മീഡിയങ്ങൾ ഇനി വരുന്ന ശില്പികൾക്കായാൽ പോലും ഈ മീഡിയങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അത്രയ്ക്കും നല്ല മീഡിയങ്ങളാണ്. ടയറ്, പിന്നെ ബൈക്കിൻ്റെ സ്ക്രാപ്പുകൾ, കുപ്പികൾ, ഇങ്ങനെ ഇത് കുറച്ച് വർഷങ്ങൾ ഇരിക്കുകയും ചെയ്യും. നല്ല ക്വാളിറ്റിയുള്ള മീഡിയങ്ങളാണ് ശില്പങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ചിത്രകാരനായ പ്രദീപ്, സുനീഷ് എന്നിവർ ചേർന്നാണ് 5 മാസം കൊണ്ട് മ്യൂസിയം ഒരുക്കിയത്. ഉദ്ഘാടനം കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് 2ാം ഘട്ട ഫണ്ട് അനുവദിച്ച് മ്യൂസിയം വിപുലമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ജലവിഭവ വകുപ്പിനായി ഫ്ലോ ഫെയിലിയർ അലേർട്ട് സിസ്റ്റം തയ്യാറാക്കിയ മലപ്പുറം ചേലാമ്പ്ര സ്വദേശി അജിത് കുമാർ പുതിയ കണ്ടുപിടുത്തവുമായി എത്തിയിരിക്കുകയാണ്. ജലത്തിലെ ക്ലോറിന്റെ അളവ് തിരിച്ചറിയാനുള്ള സെൻസർ മീറ്ററാണ് അജിത് കുമാർ നിർമ്മിച്ചത്. ചോർച്ച കണ്ടെത്താനാണ് ജലവിഭവ വകുപ്പിന് വേണ്ടി അജിത് കുമാർ ഫ്ലോ ഫെയിലർ അലർട്ട് തയ്യാറാക്കിയത്. ജലത്തിലെ ക്ലോറിന്റെ അളവ് തിരിച്ചറിയാനുള്ള സെൻസർ മീറ്ററാണ് പുതുതായി അജിത് കുമാർ നിർമ്മിച്ചെടുത്തത്. പ്ലാന്റിലെ ജലത്തിന്റെ ക്ലോറിൻ വ്യത്യാസം സെൻസർ മീറ്റർ വഴി മനസ്സിലാക്കാനാകും. ക്ലോറിന്റെ അളവിൽ മാറ്റം സംഭവിച്ചാൽ സിസ്റ്റത്തിൽ നിന്ന് അലാറം മുഴങ്ങും. പ്ലാന്റുകളിൽ സെറ്റ് ചെയ്ത ക്ലോറിന്റെ ഡോസേജിൽ മാറ്റം വരുന്നത് സംബന്ധിച്ച് ഓപ്പറേറ്റർമാർക്ക് അറിയിപ്പ് നൽകാനാണ് സംവിധാനം. ഡോസേജിൽ എന്തെങ്കിലും ഒരു മാറ്റം, ചെറുതായ മാറ്റം, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഡോസേജിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ഉടനെ അത് ഓപ്പറേറ്ററെ ജാഗ്രതപ്പെടുത്തുന്ന രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. 9,500 രൂപ ചെലവിലാണ് മലപ്പുറം ചീക്കോട്ട് പ്ലാന്റിലെ ചീഫ് ഓപ്പറേറ്ററായ അജിത് കുമാർ പുതിയ സിസ്റ്റം നിർമ്മിച്ചത്. പ്ലാന്റിലെ ഉപയോഗശൂന്യമായ ക്ലോറിനേറ്റർ ഭാഗങ്ങൾ ചേർത്ത് നിർമ്മിച്ച സെൻസർ സിസ്റ്റം സംസ്ഥാനത്തെ പ്ലാന്റുകളിൽ സ്ഥാപിക്കാനുള്ള അനുമതി കാത്തിരിക്കുകയാണ് അജിത് കുമാർ. അജിത്ത് നിർമ്മിച്ച ഫ്ലോ ഫെയിലർ അലർട്ട് സിസ്റ്റം മിക്ക പ്ലാന്റുകളിലും ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. പൂയംകുട്ടി മണികണ്ഠൻചാൽ പാലം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. മഴക്കാലത്തും സഞ്ചാരയോഗ്യമായ പാലം യാഥാർത്ഥ്യമാക്കാനാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. 2 വർഷം മുമ്പ് ജനസംരക്ഷണ സമിതി ചെയർമാനായിരുന്ന ഫാദർ റോബിൻ പടിഞ്ഞാറേക്കൂറ്റ ഓൾ ഇന്ത്യ ഹ്യൂമൻ റൈറ്റ്സ് ഫെഡറേഷൻ വഴി ന്യൂനപക്ഷ കമ്മീഷനിൽ കൊടുത്ത പരാതിയിലായിരുന്നു ഉത്തരവ്. മഴക്കാലത്തും സഞ്ചാരയോഗ്യമായ പാലം പണിയണം എന്നാണ് കമ്മീഷൻ ഉത്തരവിട്ടത്. ഈ ഒരു പാലം ഇവിടെ യാഥാർത്ഥ്യമാകുന്നതോടെ വർഷങ്ങളായിട്ടുള്ള ഈ നാട്ടിലെ ആളുകളുടെ സ്വപ്നവും വലിയ ആഗ്രഹവുമാണ് പൂവണിയുന്നത്. അപ്പോൾ ഇതിനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ തടസ്സമില്ലാതെ എത്രയും വേഗത്തിൽ പൂർത്തിയാകുമ്പോൾ ഈ നാടിന്റെ വലിയൊരു സ്വപ്നമാണ് പൂർത്തിയാവുന്നത്. തുടർന്ന് സ്ഥലപരിശോധനയ്ക്കായി വനംവകുപ്പിന്റെ അനുമതി തേടി. അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് പരിശോധന നടത്തുന്നത് എന്ന് PWD അധികൃതർ അറിയിച്ചു. ഇപ്പോഴുള്ള പാലത്തിൽ നിന്ന് 4 മീറ്റർ ഉയർത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നടപടികളിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് നാട്ടുകാർ. മണികണ്ഠൻചാലിൻ്റെ ചരിത്രത്തിൽ 45-50 വർഷത്തോളം പഴക്കമുണ്ട്. ആ ചരിത്രത്തിൽ വെള്ളപ്പൊക്കം കാരണം പല വ്യക്തികളും രോഗികളായിട്ട് ആശുപത്രി പോകാൻ വയ്യാതെ മരിച്ച സംഭവങ്ങൾ വരെയുണ്ട്. പാലത്തുപണി എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി തരണമെന്ന്
ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. മണികണ്ഠൻചാൽ പാലം യാഥാർത്ഥ്യമായാൽ വർഷങ്ങളായുള്ള ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിനാണ് പരിഹാരമാവുക. ന്യൂസ് 18 പൂയംകുട്ടി. തൃശൂർ ജില്ലയിൽ സ്ത്രീകൾക്കു മാത്രമായി പോളിംഗ് ബൂത്തുകൾ ഒരുക്കുന്ന കയ്പമണ്ഡലത്തിൽ ഇക്കുറിയും പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു. 27 വനിതാ ബൂത്തുകളാണ് ഇവിടെ തയ്യാറാകുന്നത്. വനിതാ സൗഹൃദ ബൂത്തുകളുടെ സജ്ജീകരണത്തിലൂടെ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് കയ്പമംഗലം നിയോജകമണ്ഡലം. ജില്ലയിൽ വനിതാ സൗഹൃദ ബൂത്തുകളുള്ള ഏക നിയോജകമണ്ഡലമാണ് കയ്പമംഗലം. 27 വനിതാ ബൂത്തുകളാണ് ഇവിടെയുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ എറിയാട് പഞ്ചായത്തിലാണ് മുഴുവൻ വനിതാ ബൂത്തുകളും. 73.59% മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാർ. 1,20,614 പേരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുണ്ടായിരുന്ന ഈ പ്രദേശത്ത് മുസ്ലിം സ്ത്രീകൾ വീട്ടകങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനും ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തുവാനും വേണ്ടി പ്രത്യേകം നിയമസഭാ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ് സ്ത്രീകൾക്കുള്ള പ്രത്യേക ബൂത്തുകൾ. ആദ്യകാലത്ത് സ്ത്രീകളെ പോളിംഗ് ബൂത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണ് വനിതാ ബൂത്തുകൾ ഒരുക്കിയത്. 1948 കൊച്ചി നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മുതലാണ് എറിയാട് പഞ്ചായത്തിൽ പ്രത്യേക ബൂത്ത് സംവിധാനം നിലവിൽ വന്നത്. കൊച്ചി നിയമസഭാ കൗൺസിലിന്റെ തീരുമാനപ്രകാരമായിരുന്നു അത്. 1952 ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 1956 ഐക്യകേരളം നിലവിൽ വന്ന ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ സംവിധാനം തുടർന്നു. പിന്നീടത് പതിവായി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വനിതാ ബൂത്ത് സംവിധാനം ഒഴിവാക്കിയെങ്കിലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പഴയ സമ്പ്രദായം തുടരുകയാണ്. ന്യൂസ് 18 കയ്പമംഗലം. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലെ നവീകരണ പ്രവൃത്തി കാരണം താമരശ്ശേരി മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. പെരുമ്പള്ളി ഭാഗത്ത് റോഡിലെ കയറ്റം കുറയ്ക്കുന്ന പ്രവൃത്തിയാണ് യാത്രക്കാരെ പെരുവഴിയിലാക്കുന്നത്. ദേശീയപാതയിൽ പെരുമ്പള്ളി ഭാഗത്തെ കയറ്റം കുറക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. റോഡിന്റെ ഒരു ഭാഗത്ത് 1.5 മീറ്ററോളം ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്യുകയും ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടുകയുമാണ് ചെയ്യുന്നത്. ഇതു കാരണം റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. പ്രവൃത്തിക്കിടെ ഇരുഭാഗത്തെയും വാഹനങ്ങൾ തടഞ്ഞിടുന്നത് ഗതാഗതക്കുരുക്ക് കൂടുതൽ രൂക്ഷമാക്കുകയാണ്. ഏറെ തിരക്കുള്ള അവധി ദിവസങ്ങളിൽ യാതൊരു മുന്നൊരുക്കവുമില്ലാതെയാണ് നവീകരണ പ്രവർത്തനം നടക്കുന്നത്. ചെറിയ വാഹനങ്ങൾ പല വഴിക്ക് തിരിച്ചുവിടാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ ഇതൊന്നും ഉപയോഗപ്പെടുത്താതെയാണ് പ്രവൃത്തി നടത്തുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ പ്രവൃത്തി നടത്തുന്നതിനാൽ ആംബുലൻസുകൾ ഉൾപ്പെടെ പെരുവഴിയിലാവുകയാണ്. ദേശീയപാതയിലെ പ്രവൃത്തി രാത്രിയിൽ നടത്തിയാൽ യാത്രാ ദുരിതം ഒഴിവാക്കാനാകും. ന്യൂസ് 18 താമരശ്ശേരി. വയനാട് പുൽപ്പള്ളിയിൽ റോഡരികിലുള്ള തണൽമരം മുറിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമായി. പുൽപ്പള്ളി മുള്ളൻകൊല്ലി റോഡിൽ പോലീസ് സ്റ്റേഷനു സമീപത്തെ സ്വകാര്യ കെട്ടിടത്തിന് മുന്നിലെ മരമാണ് മുറിച്ചത്. 8 വർഷം മുമ്പ് മുള്ളൻകൊല്ലിയിലെ ടെമ്പോ ഡ്രൈവർമാർ നട്ട മരമാണ് മുറിച്ചു മാറ്റിയത്. മരമുറിക്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട്. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. പുൽപ്പള്ളി പോലീസ് സ്റ്റേഷനിലും വില്ലേജിലും വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. നിരവധി കാലങ്ങളായി ഇവിടെ തണൽ വിരിച്ചു നിന്നിരുന്ന ഈ നാട്ടിലെ ജനങ്ങൾ തണലായി ഉപയോഗിച്ചിരുന്ന മരം ഏതാണ്ട് സാമൂഹ്യ വിരുദ്ധർ ഇന്ന് രാവിലെ ഇത് വെട്ടിനശിപ്പിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇത് ഇങ്ങനെ ഈ റോഡ് സൈഡിൽ നട്ടിരുന്ന ഈ മരം വെട്ടിനശിപ്പിച്ച ആരായിരുന്നാലും അധികാരികൾ യുക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുൽപ്പള്ളി ടൗണിലെ ഡ്രൈവേഴ്സ് പ്രക്ഷോഭത്തിലേക്ക് തുടങ്ങുകയാണ്. സംഭവം വിവാദമായതോടെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതായും ആക്ഷേപമുണ്ട്. ടൗണിലെ ഉണക്കമരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി നൽകാത്തവരാണ് ഇപ്പോൾ തണൽമരം മുറിക്കാൻ അനുമതി നൽകിയതെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് എളേറ്റിൽ ചെറ്റക്കടവ് പ്രദേശത്ത് മദ്യപ സംഘം പിടിമുറുക്കുന്നു. പഞ്ചായത്ത് മിനി സ്റ്റേഡിയവും പരിസരവും കേന്ദ്രീകരിച്ചാണ് ലഹരി ഉപയോഗവും വിപണനവും നടക്കുന്നത്. പോലീസിനും എക്സൈസിനും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എളേറ്റിൽ ചെറ്റക്കടവ് തോടിന് സമീപത്ത് നിറയെ ഒഴിഞ്ഞ കുപ്പികളും ഗ്ലാസുകളുമാണ്. പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലും പരിസരത്തും വൈകിട്ടോടെ മദ്യപ സംഘങ്ങൾ നിറയും. വിവിധ പ്രദേശത്തുള്ളവരാണ് ഇവിടെ ഒത്തുകൂടുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരസ്യമായ മദ്യപാനവും വിൽപ്പനയുമാണ് നടക്കുന്നത്. കഞ്ചാവ് ഉൾപ്പെടെ ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഈ ചുറ്റുപാടിൽ മുഴുവൻ വന്നിരുന്നു കൊണ്ടാണ് ഈ ലഹരി മാഫികൾ ഇവിടെ വിലസിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇത് പഞ്ചായത്ത് കിണറിലേറ്റെങ്കിലും ആ മൂടി തുറന്ന് എന്തെങ്കിലും ഒരു
ഒരു സാധനം അതിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രയാസപ്പെടുന്ന രൂപം ഇവിടെ നിലവിലുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ മദ്യമാഫിയ, ലഹരി മാഫിയകൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഈ നാട്ടിലുണ്ട്. കാരണം വെച്ചാൽ ഒരാൾക്ക് വഴി നടന്ന് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് രാത്രി സമയങ്ങളായിക്കാണ്. പലരും ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജലനിധി പദ്ധതിയുടെ പമ്പ് ഹൗസിലാണ് മദ്യപ സംഘങ്ങൾ കൂടുതലും തമ്പടിക്കുന്നത്. പ്രദേശത്തെ യുവാക്കളെയും വിൽപ്പനക്കാർ ലക്ഷ്യമിടുന്നുണ്ടെന്ന് ആശങ്കയുണ്ട്. ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് പ്രതിരോധം തീർക്കാനാണ് നാട്ടുകാർ ആലോചിക്കുന്നത്. നിയമപരമായി എന്ത് ചെയ്യാനാകുമെന്നും ആലോചനയുണ്ട്. ഈ ചെറ്റക്കടവ് ഗ്രൗണ്ടിൽ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ മദ്യം ഇവിടെ കൊണ്ട് കഴിക്കുന്നത്. അപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഇനിയുള്ള തലമുറയ്ക്കും അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഞങ്ങൾ എല്ലാവരും കൂടെ, നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഒരു മെമ്പർ എന്ന നിലയിലും അതുപോലെ ഈ നാട്ടിലുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും പ്രദേശത്തെ രക്ഷിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പോലീസിലും എക്സൈസിലും പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 എളേറ്റിൽ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. വീണ്ടും വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ കൂട്ടം തെറ്റിയ കുട്ടിയാനയെ മറ്റ് ആനകളോടൊപ്പം വിടാനുള്ള വനപാലകരുടെ ശ്രമം പരാജയപ്പെട്ടു. ശനിയാഴ്ച രാത്രി കൂടി ശ്രമം നടത്തിയ ശേഷം കൂട്ടത്തിൽ ചേരാതെ വന്നാൽ കുട്ടിയാനയെ സംരക്ഷിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. വെള്ളിയാഴ്ച വൈകുന്നേരം 3:30യോടെയാണ് വഴിക്കടവ് ആനപ്പാറ ജുമാ മസ്ജിദിനടുത്ത് വനാതിർത്തിയിൽ കാട്ടാനക്കുട്ടി ഒറ്റപ്പെട്ടു നിൽക്കുന്നതായി നാട്ടുകാർ വനപാലകരെ അറിയിച്ചത്. സംസ്ഥാന ജൂനിയർ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ കൊണ്ടോട്ടി ഒളവട്ടൂർ HIOHSS വിദ്യാർത്ഥി മുഹമ്മദ് റിഫാന് സുവർണ നേട്ടം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് റിഫാൻ 2 മെഡലുകൾ കരസ്ഥമാക്കിയത്. ഗ്രിക്കോ റോമൻ റെസ്ലിംഗിൽ 67 കിലോഗ്രാമിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ 65 കിലോഗ്രാം താഴെയുള്ളവരുടെ വിഭാഗത്തിൽ വെള്ളി മെഡലും കരസ്ഥമാക്കി. കഴിഞ്ഞ 2 വർഷങ്ങളിലും ദേശീയ റെസ്ലിംഗ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത താരമാണ് റിഫാൻ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നിർണായക ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരത് ആഹ്വാനം ചെയ്തത്. നെറ്റ്വർക്ക് 18 ITCയുമായി ചേർന്ന് സ്വാശ്രയത്തിന്റെയും സ്വാഭിമാനത്തിന്റെയും നിരവധി കഥകളാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ ആരാണെന്നും നമ്മുടെ നേട്ടം എന്താണെന്നും വ്യക്തമാക്കുന്ന കഥകൾ. ഇന്ത്യൻ പാരമ്പര്യം ആഗോളതലത്തിൽ എത്തിച്ചു വരുന്ന കഥ. അങ്ങനെ ഒന്നാണ് വേകൂൾ പോലുള്ള കാർഷിക സാങ്കേതിക വിപ്ലവമുണ്ടാക്കിയ സ്റ്റാർട്ടപ്പുകളുടെ കഥകൾ. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. Waycool is a soil-to-sale agri-tech startup transforming the Indian food economy through technology and automation. Founded in July 2015, Waycool aims to offer a cost-effective distribution solution to minimize food wastage and eventually pass on the savings to the farmer. Any good supply chain comprises the flow of material, information and money. And better roads improve material flow. Better data, cheaper data improves information flow, and digitized money improves money flow. We felt that there was an opportunity to build a new form of supply chain using these 3 disruptions. Our view was that with these efficiencies that are coming in, if we use the right technology and the right level of automation, we can create more value, we can reduce the wastage in this supply chain. While the traditional supply chain processes were leading to a 40% food wastage, Waycool claims to have a wastage margin of less than 1%. The company currently handles 350 plus tons of food products per day across nearly 19,000 clients and from a network of 50,000 plus farmers in more than 50 regions in India. Agri-tech startups like Waycool are a source of pride and inspiration for a Swabhiman Bharat.